മോനെ, നീ ഇന്നാട്ടുകാരനാണോ? ആ, അതെ സാറേ. നിന്റെ നാട് എവിടെയാ? ഇവിടെ അടുത്ത് തന്നെയാ സാറേ. നീ എന്ത് ജോലി ചെയ്യുവാടാ? അത് പിന്നെ ഞാൻ കൂലിപ്പണിയാ സാറേ. ഓ, ശരി ശരി. മോനെ, സൂക്ഷിച്ചെണീച്ചേ. അയ്യോ, എന്റെ കാല്. മോനെ, സൂക്ഷിച്ച് നടക്ക്. ആ സാറേ, കുറെ ദിവസമായല്ലോ നമ്മൾ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? ആ ഡോക്ടർ, സുഖമായിട്ട് പോന്ന്. അല്ല, ഇപ്പൊ എന്താ പ്രശ്നം? ആരെ കാണിക്കാനാ വന്നത്? അത് പിന്നെ ഇല്ലേ ഡോക്ടറെ, ഞങ്ങള് ഒരു മോഷണ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുവായിരുന്നേ. അപ്പോഴേ ഞങ്ങള് ശ്രദ്ധിക്കാത്തതുകൊണ്ടോന്നറിയില്ല, ഇവനെ ചെറുതായിട്ടൊന്ന് ഇടിച്ചു. അപ്പോൾ ഡോക്ടർ ഇവനൊന്ന് നോക്കോ? ഓ, അങ്ങനെയാണോ? മോനെ, ആ കട്ടിലിന്മേലിരുന്ന്. എടാ നോക്കിയിരിക്കട്ടാ. മോനെ, ഏത് കാലിലേക്കാ കൊണ്ടത്? അത് ഈ ഇടത്തെ കാലിലേക്കാ സാറേ. ഇടത്തെ കാലെന്ന് പറഞ്ഞിട്ട് എന്താ വലത്തെ കാല് കാണിക്കുന്നത്? അത് പിന്നെ സാറേ, പറഞ്ഞത് മാറിപ്പോയതാ. ആ, ഇത് കാര്യമായിട്ട് കൊണ്ടതുപോലൊന്നുമില്ലല്ലോ. കൊണ്ടതിന്റെ ഒരു ലക്ഷണവും കാണുന്നില്ല. അയ്യോ, അടുത്തോട്ടല്ലേ ഡോക്ടറെ, വേദനിക്കുന്നേ. അയ്യോ ഡോക്ടറെ, കയ്യൊന്നെടുക്ക ഡോക്ടറെ, നല്ലോണം വേദനിക്കുന്നേ. പുറമെ കാണാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല, പക്ഷേ അകത്തെന്തോ കൊണ്ടെന്നാ തോന്നുന്നത്. അതുകൊണ്ടാ ഇങ്ങനെ വേദനിക്കുന്നത്. അയ്യോ ഡോക്ടറെ, അപ്പൊ ഇനി എന്താ ചെയ്യാ? ഇതിപ്പോ പുറമെ ഒന്നും കാണാത്ത സ്ഥിതിക്ക് ഒരു എക്സ്റേ എടുത്തതിന് ശേഷം കാലിലേക്ക് ബാൻഡേജ് ഇടാം. പിന്നെ വലിയ പ്രശ്നം വല്ലതും ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ ആക്കാം. അയ്യോ ഡോക്ടറെ, ഓപ്പറേഷൻ ഒന്നും വേണ്ട. അയ്യോ, ഇതിവനെവിടെ പോയതാ? സർ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അവനെ കാലിലേക്കൊന്നും കൊണ്ടിട്ടൊന്നുമില്ല. അവന് വെറുതെ കാണിക്കുക. പിന്നെ ഇനി അഥവാ എന്തേലും കൊണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ 2 ദിവസത്തിന് ശരിയായിക്കോളും. കോൺസ്റ്റബിൾ, എന്നാലും നമുക്ക് പോയാലാ? ആ പയ്യന് 500 രൂപയോ 200 രൂപയോ കൊടുക്കാം. അപ്പോൾ അവന് ആ മുറിവെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടേക്ക് മരുന്ന് വാങ്ങി പോരുമല്ലോ. സർ, ഇനി അതിന്റെ ആവശ്യമില്ല. അവനെ ഓടിപ്പോയില്ലേ. സോറി ഡോക്ടറെ, നിങ്ങളെ വിലപ്പെട്ട സമയമല്ലേ ഞങ്ങൾ വന്നിട്ട് നഷ്ടപ്പെട്ടെ. സോറി. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തതല്ലേ. അതൊന്നും പ്രശ്നമില്ല. കോൺസ്റ്റബിൾ, വരൂ, നമുക്ക് ഇനി ആ കള്ളനെ നോക്കാം. ഓക്കെ സർ. സാറേ, ആ സ്ത്രീയെ പറ്റിയിട്ടുള്ള വല്ല വിവരവും കിട്ടിയോ? ഇല്ല മാഡം, പക്ഷെ വൈകാണ്ട് ഞങ്ങൾ പിടിക്കും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അല്ല, ഞങ്ങൾക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. നിങ്ങൾക്ക് അവരെ അറിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് അവരെ ജോലിക്ക് വെച്ചത്? അത് പിന്നെ ഇല്ല സാറേ, ഒരു ഏജൻസിയോട് ഞങ്ങൾ പറഞ്ഞതാ. ഞങ്ങളെ അധികവും വീട്ടിലേക്ക് ജോലിക്ക് വിളിക്കുന്നത് ആ ഏജൻസി വഴിയാ. അങ്ങനെ അവരെ അയച്ച ആളായത്. ആ ഏജൻസിയിലുള്ള അയാൾക്കൊന്ന് വിളിച്ചേ നിങ്ങൾ. അവരോട് നമുക്ക് നേരിട്ട് ചോദിക്കാലോ. മോനെ, നിന്റെ ഫോണിന്ന് ആ ചേട്ടനൊന്ന് വിളിച്ചേ. ആ ശരി അമ്മേ. ഫോൺ റിംഗ് ആവുന്നുണ്ടമ്മ. ഇങ്ങോട്ട് താ, ഞാനേ സംസാരിക്കാം. ഹലോ. ഹലോ ചേട്ടാ, നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചേക്കുന്നേ? കിട്ടിയ കള്ളന്മാരെയൊക്കെയാണോ ഞങ്ങളുടെ വീട്ടിലേക്ക് ജോലിക്ക് പറഞ്ഞു വിട്ടേക്കുന്നേ? അയ്യോ മോളെ, അവര് നല്ലവരാ മോളെ. അവര് ഭയങ്കര നല്ലവരാണല്ലോ. അത് കണ്ടല്ലോ ഞങ്ങള്. ഞങ്ങളുടെ വീട്ടിലുള്ള പൊന്നും പണവും ഒക്കെ എടുത്തോണ്ട് അവര് പോയി. നിങ്ങൾ എന്താ മാഡം പറയുന്നത്? അവര് ഇന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് ജോലിക്ക് വരാൻ ഒരുങ്ങുന്നതേ ഉള്ളൂ. അവര് വന്നില്ല. നിങ്ങൾ എന്താ പറയുന്നേ? അപ്പൊ ഉറപ്പായി മാഡം, ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് ജോലിക്ക് വരുന്നെന്ന് അറിഞ്ഞത് കൊണ്ട് ആരോ കരുതിക്കൂട്ടി വന്നതാ. അയ്യോ മാഡം, എന്ത് പറ്റി? മാഡം മെല്ലെ എണീക്ക് മാഡം. മാഡം, നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ മാഡം. പോയിട്ട് ഭക്ഷണം വല്ലതും കഴിക്ക്. അതുകൊണ്ട് തലക്കറങ്ങി വീണതാ. ഞങ്ങള് പെട്ടെന്ന് തന്നെ കള്ളന്മാരെ കണ്ടുപിടിച്ച് നിങ്ങളെ പൊന്നും പണവും ഒക്കെ വാങ്ങിത്തരാം. നിങ്ങൾ പോയിക്കോ വീട്ടിലോട്ട്. ശരി സാറേ. കോൺസ്റ്റബിൾ, നമുക്ക് എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തണം. വേഗം വാ. ഓക്കെ സർ. അമ്മേ, അമ്മേ, രാത്രിക്ക് ഫുഡ് വല്ലതും ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരട്ടെ? ശരി മക്കളെ, നിങ്ങൾക്ക് രണ്ടാൾക്കും ഹോട്ടലിൽ നിന്ന് പൊറോട്ടയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വാ. അമ്മക്കൊന്നും വേണ്ട. അമ്മ ഒന്നും കഴിക്കാതെ എങ്ങനെയാ അമ്മ? അമ്മയ്ക്ക് ഞാൻ 2 ദോശ വാങ്ങിക്കൊണ്ട് വരാം.